ഇന്നിപ്പോ സമകാലീനം ചർച്ച ചെയ്യുന്ന നമ്മളെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് കേരളത്തിൽ, അല്ല നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഏതായാലും മാസങ്ങൾക്കകം ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുമ്പ് ഒന്നുമില്ലാത്ത വിധം കേരള രാഷ്ട്രീയം വർഗീയ ധ്രുവീകരണത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറെ ഖേദകരം. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും വികസനം, പ്രതിപക്ഷത്തിന്റെ സമരങ്ങള്, വികസനങ്ങൾ പറയല് എല്ലാന്ന് സാധാരണ ഇലക്ഷന്റെ മുന്നേ ഉണ്ടാകുന്ന ഒരു സംഭവം. അതായത് ഇപ്രാവശ്യം ഭരണത്തിന്റെ നേട്ടങ്ങള്, ഭരണത്തിന്റെ കുറവുകള്, ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണത്തിന് അനുകൂലമായ വികാരം, അത്തരം കാര്യങ്ങളാണ് പൊതുവെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെല്ലാം ഉണ്ടായിട്ടുള്ളത്, ചർച്ച ചെയ്യപ്പെടാറുള്ളത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിരന്തരം വർഗീയ ധ്രുവീകരണത്തിന് ഇടവരുത്തുന്ന പ്രസ്താവനകള് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് സാമുദായിക നേതാക്കളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അതിൽ പ്രധാന ഉത്തരവാദിത്വം വഹിക്കേണ്ടത് ഭരണപക്ഷം മതേതര മതനിരപേക്ഷതയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്രയും കാലം CPM നിലനിർത്തി പോന്നിരുന്ന നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് AK ബാലന്റെ പ്രസ്താവന, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അവസാനം സജി ചെറിയാന്റെ പ്രസ്താവന, തുടരെ ഭരണത്തിന്റെ തണലിൽ ഇയാള് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന, അതിപ്പോ കുറെ കാലമായി കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും അവസാനം നമുക്കറിയാം സജി ചെറിയാൻ പറഞ്ഞത്. സജി ചെറിയാൻ എന്താ പറഞ്ഞ, മലപ്പുറത്തെയും കാസർഗോഡെയും പേരുകൾ നോക്കിയാൽ അറിയാം, എന്ത് ബോഡി ഡ്രസ് നോക്കിയാൽ അറിയാം, വേഷം കണ്ടാൽ അറിയാം, വസ്ത്രം കണ്ടാൽ അറിയാം, സമൂഹത്തിൽ തിരിച്ചറിയുന്നത് പോലെ പേരുകൾ കണ്ടാൽ അറിയാം ആരാണ് വിജയിച്ചത് എന്ന് സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന. അപ്പൊ അത്തരത്തിലേക്ക് അതിന്റെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ പോലും ഓർമ്മിക്കാതെ യഥാർത്ഥത്തിൽ വർഗീയ നാല് വോട്ടിന് വേണ്ടി ഖേദം പ്രകടിപ്പിച്ചെങ്കിലും ഈ പറഞ്ഞ വാക്കുകൾ സമൂഹത്തിൽ നിലനിൽക്കില്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില്. ഇപ്പൊ കേരളത്തില് ഇപ്പൊ അതാണ് ഇപ്പൊ അടുത്ത കാലത്തായി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് രാഷ്ട്രീയമായി എടുത്തു നോക്കിയാൽ അറിയാം, ഇപ്പൊ കേരളത്തില് എത്ര തവണ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്? ഏകദേശം ഒരു 17-18% കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യ. മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഏറെക്കുറെ ഇപ്പൊ ലേറ്റസ്റ്റ് കണക്ക് വെച്ചാൽ ഒരു 28-30% ഉണ്ടാവും, അല്ലെ? മുസ്ലിം സമൂഹം ഉണ്ടാവും. പക്ഷെ ഇനിയിപ്പോ കോൺഗ്രസിന്റെ പറയാ, ഒരു KPCC പ്രസിഡന്റ് മുസ്ലിമിനെ ആക്കുന്നതിനെ കുറിച്ച് ഒരു മുസ്ലിം ഉണ്ടാവില്ലേ? ഭയങ്കര സാമുദായിക സന്തുലനാവസ്ഥ, കേരളത്തിലെ മണ്ണാങ്കട്ട, അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് മറ്റേന്നൊക്കെ പറയും. ഒരു KPCC പ്രസിഡന്റ് ഒരു മുസ്ലിം നാമധാരിയാക്കാൻ കോൺഗ്രസിന് പറ്റൂല. പറ്റുമോ? 2025 ചർച്ച ചെയ്യാൻ പോലും പറ്റൂല. പക്ഷേ സണ്ണി ജോസഫിനെ ആക്കുന്നതിന് അവർക്ക് തടസ്സമില്ല, ഉമ്മൻചാണ്ടി ആക്കുന്നതിൽ അവർക്ക് തടസ്സമില്ല, അതുപോലെ തന്നെ AK ആന്റണി ആക്കുന്നതിൽ അവർക്ക് തടസ്സമില്ല. ഇപ്പൊ കേരളത്തിലെ പിന്നെ മുഖ്യമന്ത്രിമാരെ ലിസ്റ്റ് എടുത്ത് നോക്കുക, CH മുഹമ്മദ് ഏതാണ്ട് 2 മാസക്കാലം, അത് പോട്ടെ, പഴയ കാലം. പക്ഷേ ഉമ്മൻചാണ്ടി എത്രയാണോ മുഖ്യമന്ത്രി? 2 തവണ മുഖ്യമന്ത്രി. AK ആന്റണിയും 2 തവണ മുഖ്യമന്ത്രിയായി. തിരൂരങ്ങാടി ജയിച്ചിട്ടാണ് മുഖ്യമന്ത്രിയായി. അപ്പൊ 18% വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് 1-2 തവണ മുഖ്യമന്ത്രിയാകുന്നതിന് കേരള രാഷ്ട്രീയത്തിൽ തടസ്സമില്ല. അവരങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഭാവിയിൽ ചാണ്ടി ഉമ്മനോ ഇനിയിപ്പോ സണ്ണി ജോസഫിനോ വേറെ ആർക്കെങ്കിലും മുഖ്യമന്ത്രിയായി തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ കുറിച്ച് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? സ്വപ്നത്തിൽ പോലും പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ ആവണം എന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകള് എന്താ മുഖ്യമന്ത്രി ആയിക്കൂടെ എന്ന്, ആവണം എന്ന് പറയണ്ട, ആയിക്കൂടെ എന്ന് ഏതെങ്കിലും സമസ്തക്കാരനോ AP-കാരനോ മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമിയോ ആരെങ്കിലും പറഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിന്റെ കോലാഹലം? അങ്ങനെ ഒരു പച്ചയായ യാഥാർത്ഥ്യം ഇവിടെ നിൽക്കിയിരിക്കുകയാണ്. ഇടുക്കിയിലെ ജയിച്ച ആളെ പേര് നോക്കിയിട്ടില്ല, കോട്ടയത്തെ ജയിച്ച ആളെ പേര് നോക്കിയിട്ടില്ല. എത്ര മുസ്ലിങ്ങൾ ജയിച്ചു വന്ന്? കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷ പാർട്ടിയില് ഒരു കോൺഗ്രസ്സുകാരനല്ല, മുസ്ലിമും ഇല്ലാലോ. അതേപറ്റി പറയുന്നില്ല. അല്ലെങ്കിൽ ഹിന്ദുവിനെ പറയുന്നു, അത് പറയാൻ പത്തനംതിട്ടയിലെ, എറണാകുളത്തെ, പിന്നെ കോട്ടയത്തെ, തെക്കൻ ജില്ലകളിലെ ഏതെങ്കിലും ജില്ലകളിലെ പേര് നോക്കിയിട്ട് രാഷ്ട്രീയം പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ എക്കാലത്തും അത് ഇസ്ലാമോഫോബിയ വളർത്തുക. ഇതിങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത്, മുസ്ലിം എന്ന് പറയുന്നത് എപ്പോഴും അപരവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ
മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ട ആളുകളായി ചിത്രീകരിക്കുക എന്നുള്ളതാണ്. അതാണ് അപ്പൊ അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരന് എന്താക്കാൻ പറ്റാത്ത, KPCC പ്രസിഡന്റ് ആക്കാൻ പറ്റാതെ ഒരു മുസ്ലിമിനെ ആക്കാൻ പറ്റാത്ത, കേരളത്തിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തത് ഇക്കാരണങ്ങൾ കൊണ്ടാണ്. മതേതര കേരളം ഭയങ്കര നമ്മള് സോഷ്യലിസ്റ്റ് ആണ്, നമ്മൾ മതേതരത്തിന്റെ ഇതാണ് എന്നെല്ലാം പറയുന്നിടത്ത് പോലും ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയായി 2025 പറ്റൂല. ആസാമിലോ UP-യിലോ ബീഹാറിലോ കഥയല്ല, കേരളത്തിലെ കഥയായി പറയുന്നത്. അപ്പൊ അങ്ങനെ പച്ചയായ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയാണ് കാസർഗോഡിന്റെയോ മലപ്പുറത്തിന്റെയോ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുസ്ലിം ലീഗിന്റെ നമുക്കറിയാം, മുസ്ലിം ലീഗിനൊപ്പം സഞ്ചരിക്കാത്ത എല്ലാ ആളുകളെയും എന്തായി ചിത്രീകരിക്കും? അവര് തീവ്രവാദി, സേട്ടു സാഹിബ് ആയിക്കോട്ടെ, ആരാണോ കടന്നു വരുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തോട് ഒട്ടു നിൽക്കാത്ത, കൂടെ സഞ്ചരിക്കാത്ത എല്ലാ ആളുകളെയും അവർക്കാരാ തീവ്രവാദികളാണ്. അവര് മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി രാവും പകലും പണിയെടുക്കുകയാണ്. അവരെ പോലും വർഗീയവാദികളായിട്ട് തീവ്രവാദികളായിട്ട് മറ്റുള്ളവരിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരള രാഷ്ട്രീയത്തില് ഇത് ദൂരവ്യാപക ഫലമാണ് ഉണ്ടാക്കുന്നത് എന്ന് CPM നേതാക്കൾക്ക് പോലും തിരിച്ചറിയുന്നില്ലെങ്കിൽ BJP-ക്കാരന് RSS-കാരന്റെ ഗുണം കിട്ടാൻ പോവുകയാണ്. ഇവര് നടുന്ന വിത്തിന്റെ അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന ഈ അന്തരീക്ഷത്തിന്റെ ഫലം കൊയ്യ യഥാർത്ഥത്തിൽ ആരാണ്? BJP ആണ്. എനിക്കതിൽ പറയാനുള്ളത്, സജി ചെറിയാനല്ലേ പറയുന്നതിന്റെ അവരെ CPM ഉണ്ടാക്കി വെച്ച ഒരു ഇതാണ് കാസർഗോഡെല്ലാം കിട്ടുന്നത്. അവര് ഈ മൃദു ഹിന്ദുത്വം പറയുമ്പോൾ നല്ല ഹിന്ദുവിന്, അതായത് ശരിക്കും ഭീകരത പറയുന്നവർക്ക് വോട്ട് ചെയ്യുന്നു. A ടീം ഉണ്ടാവുമ്പോ ആള് B ടീമിന്റെ കൂടെ നിൽക്കൂലോ. അതാണ് ഇന്ത്യയിൽ കോൺഗ്രസിന് സംഭവിച്ചത്. BJP പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തോടൊപ്പം മൃദു ഹിന്ദുത്വം പറഞ്ഞിട്ട് സഞ്ചരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായും A ടീം അവിടെ ഉണ്ടാവുമ്പോ B ടീമിന്റെ കൂടെ ആള് നിൽക്കൂല. അങ്ങനെയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് എന്ത് ചെയ്തത്? ഇല്ലാതായി പോയത്. അപ്പം ഇനിയെങ്കിലും വേണ്ടത് ഈ മതേതര ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ആളുകളും മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ആളും അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ആളും ഇന്ത്യന്റെ കീഴ്വഴക്കും അങ്ങനെയാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കീഴ്വഴക്കം, ഇന്ത്യയുടെ മതനിരപേക്ഷത, അങ്ങനെ അത് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്? ഇലക്ഷനെ നേരിടേണ്ടത്, ജനങ്ങളെ നേരിടേണ്ടതും ബോധവൽക്കരിക്കേണ്ടതും. അല്ലെങ്കിൽ ഇതിന്റെ ദൂരവ്യാപക ഫലം ഇവരൊക്കെ തന്നെ അനുഭവിക്കാനുള്ളതാണ്.